ശരി, അപ്പൊ ഇപ്പൊ ഗെയിം കളിക്കാം അല്ലെ? നിങ്ങൾ പൊതുവെ എങ്ങനെയാണ് ഗെയിംസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ? അതായത് വലിയ ഭാരിച്ച ഗെയിം ഒന്നും അല്ല ഇവിടെ, ചെറിയ ചെറിയ ഗെയിമാണ്. ഗിഫ്റ്റ് ഉണ്ട് ആൻഡ് പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടും ഉണ്ട്. പണിഷ്മെന്റ് കുഞ്ഞു പണിഷ്മെന്റ്, വെരി സിമ്പിൾ. ഇത് കേട്ടാൽ തന്നെ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതാണോ പണിഷ്മെന്റ്, ഇതൊക്കെ ഞങ്ങൾക്ക് സിമ്പിൾ. ഞാൻ പണിഷ്മെന്റ് ഏറ്റെടുക്കുന്നു, താങ്കൾ ഗിഫ്റ്റ് ഏറ്റെടുത്തോ. ഇത് ആദ്യം ആരെ ജയിക്കുന്നേ അത് നോക്കണം. അപ്പൊ റെഡ് കാർപ്പറ്റിൽ നമ്മൾ ഇവിടെ ടാസ്ക് അല്ലെങ്കിൽ ഗെയിം ആരംഭിക്കാൻ പോവാണ്. ജിത്തുവിന്റെ വയറ്റിലല്ല, ആ നെഞ്ചിന്റെ ആ ഒരു ഭാഗം ഏകദേശം ഒരു മിഡ് ആയിട്ട് നമ്മൾ ബാസ്ക്കറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുറെ സ്മൈലി ബോൾസ് അവിടെ ഉണ്ട്. അതിലൊരെണ്ണം എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ സ്മൈലി ബോൾസ് എലീന അവിടെ നിന്ന് ഓരോന്നായിട്ട് എറിഞ്ഞു കൊടുക്കും. അവിടെ നിൽക്കുന്ന ജിത്തു അത് ഗംഭീരമായിട്ട് പിടിക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം യുവർ ടൈം സ്റ്റാർട്സ്. 1 2 3 മ്യൂസിക്. വരുവാണേ വരുവാണേ. വന്നോ? ആ ഓ എല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ആ എറിഞ്ഞോ. അല്ല ഇതിപ്പോ ഞാൻ തോപ്പിക്കല്ലേ ചെയ്യണ്ടേ? ആ അതെ അല്ലേ? അതെ. എല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് മാറ്റി എറിഞ്ഞോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർത്തൂടെ? അത് ഒരുമാതിരി എറിയില്ല ഇപ്പൊ. പിടിച്ചെടുത്തു. 1 2 3 4 5 6. ഞാൻ സ്നേഹമുള്ളവളാന്ന് മനസ്സിലായില്ലേ? 6 ബോൾസ്, സ്മൈലി ബോൾസ് കളക്ട് ചെയ്തിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് കളിച്ചിരിക്കുകയാണ്. ആര്? ഞാൻ അവിടുത്തെ കറക്റ്റ് എറിഞ്ഞു കൊടുത്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കയറുമ്പോ അതെല്ലാം ആൾക്കാർ വിചാരിക്കില്ല നമ്മൾ പ്ലാൻ ചെയ്ത് ഞാൻ എന്താ വെച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് എറിഞ്ഞ് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനല്ലേ ജയിക്കേണ്ടത്, പുള്ളിക്കാരൻ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ എന്ന്. എന്തായാലും എലീനെ പ്ലാൻ ചെയ്ത പോലെ അദ്ദേഹം കുറച്ച് ബോള് പിടിച്ചില്ല, കുറച്ച് പിടിച്ചു. അപ്പൊ നമുക്ക് നോക്കാം ഇനി ജിത്തു എങ്ങനെയാണ് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ എലീന എല്ലാം കെട്ടി സെറ്റ് ചെയ്ത് ഓൾറെഡി കെട്ടി വീണ്ടും കെട്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ്. സോ റെഡി 1 2 3 ആൻഡ് മ്യൂസിക്. കൈയില്ല, നോ കൈ. ഇങ്ങോട്ട് എത്തുന്നില്ല അളിയാ. എനിക്ക് ഫ്രണ്ട് കുറച്ച് പോവാം, ദൂരേക്ക് എറിയ. പിടിച്ചാ വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടിയില്ല അളിയാ. ബാക്ക് വാ. ഇനി ബാക്ക് വരണം. ബാക്കിലേക്ക് ഇട്. കടിക്കോ? അടുത്തായി പോയി. ഇനി ബാക്കില്ല. അങ്ങനെയല്ല, കറക്റ്റ് ഒന്നും കൂടെ അങ്ങനെ ഇട്ട് നോക്കി, ചിലപ്പോ കിട്ടും. അങ്ങനെ അങ്ങനെ എറിഞ്ഞാ മതി. അങ്ങനെ എറിയണേ, മെല്ലെ എറിയണേ. നേരത്തെ എറിഞ്ഞാലും പറ്റിയില്ല. ഇത് നോക്കിയാ, ഇത് വെച്ച് എനിക്ക് ചെറുതായിട്ടേ കിട്ടിയുള്ളൂ. ഇനി അടുത്തെറിയണം. ഇത് കിട്ടിയില്ല, ഒന്നുകൂടെ നേരെ എറിയണം. ഓക്കേ. അതെ, വേണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞോട്ടോ, പ്രശ്നമില്ല. എറിയണമെന്നില്ല, പാവല്ലേ. കൊട്ട നിറഞ്ഞെന്ന്. പിന്നെ 1 2 3 4 5 ഇതെനിക്ക് ഡൗട്ട്. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ പെറുക്കിയെടുത്താണോ? 6 7 കറക്റ്റ്. 7 ഞങ്ങള്. ശരിക്കും എനിക്ക് 10 കിട്ടുമായിരുന്നു, 2 ഇങ്ങനെ ബൗൺസ് ചെയ്ത് പോയി. കറക്റ്റ് ഒരെണ്ണത്തിൽ ഞാൻ ഇവിടെ കിടന്ന് നിലവിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു അയ്യോ ഒക്കെ പുറത്ത് പോയിന്ന് വിചാരിച്ചു. പോയിന്നേ, എപ്പിസോഡ് വരുമ്പോ നോക്കി എത്ര എണ്ണം പുറത്ത് പോയെന്നറിയോ? അപ്പൊ പിന്നെ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ വന്ന്? കുറച്ച് മാത്രമേ വന്നുള്ളൂ. പറക്കിയെടുത്താ? അതാണ് പറയാ, പെണ്ണിന്റെ വാക്ക് കേട്ട് അല്ല അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഒരെണ്ണം വേണ്ട, പോ. ഞങ്ങൾ 6:6 പോരെ സ്പിരിറ്റ്. കറക്റ്റ് ഒരു ബോളിന്റെ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് എലീനയാണ്. മാത്രമാണ് നന്നായിട്ട് ജിത്തു എറിഞ്ഞോണ്ടാണ്. അതിഗംഭീരമായ ഏറ് കൊണ്ടാണ് എറിഞ്ഞു വീഴ്ത്താൻ. അപ്പൊ ഇനി നമുക്ക് ആ സമ്മാനദാന ചടങ്ങിലേക്ക് പോകാനുള്ള ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എലീനയ്ക്ക് വേണ്ടിയിട്ട്. കല്യാണത്തിന് പോകാൻ പറ്റിയില്ല, കല്യാണത്തിന് സമ്മാനം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സങ്കടം കൂടി ഇന്ന് തീർത്ത് ഞാൻ നല്ലൊരു സമ്മാനമായിട്ട് വരാം. വെയിറ്റ് ആൻഡ് താങ്കളുടെ പണിഷ്മെന്റും ഞാൻ എന്താണെന്ന് പറയാം. ഓക്കെ.